റഷ്യയ്ക്കുള്ളിലെ എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്തി ഉക്രൈൻ. മോസ്കോയ്ക്ക് തെക്ക് കിഴക്കായി 180 കിലോമീറ്റർ അകലെയുള്ള റയാസാൻ എണ്ണ ശുദ്ധീകരണശാലയും വൊറോനെഷ് മേഖലയിലെ എണ്ണ സംഭരണ കേന്ദ്രവും ആക്രമിക്കപ്പെട്ടു. ഉക്രൈനിൽ നിന്ന് വന്ന 338 ഡ്രോണുകളെ തകർത്തെന്ന് റഷ്യ പ്രതികരിച്ചു. പ്രിമോർസ്കോ അക്താർസ്കിലെ സൈനിക വ്യോമതാവളവും ഉക്രൈൻ ലക്ഷ്യമിട്ടു. പെൻസിയൽ ഇലക്ട്രോണിക്സ് പ്ലാന്റിലുണ്ടായ ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെടുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. റോസ്റ്റോവ് മേഖലയിൽ ഒരു വ്യവസായിക സ്ഥലത്ത് ഡ്രോൺ ആക്രമണത്തെ തുടർന്നുണ്ടായ തീപിടുത്തത്തിൽ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു. ആക്രമണത്തെ തുടർന്ന് മോസ്കോയിൽ നിന്ന് ഏകദേശം 180 കിലോമീറ്റർ തെക്കുകിഴക്കായി സ്ഥിതി ചെയ്യുന്ന റിയാസൻ എണ്ണ ശുദ്ധീകരണശാലയിൽ തീപിടുത്തമുണ്ടായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഉക്രൈന്റെ വടക്ക് കിഴക്കൻ അതിർത്തിയോട് ചേർന്നുള്ള വൊറോനെഷ് മേഖലയിലെ അന്ന നെഫ്റ്റ പ്രൊഡക്റ്റ് എന്ന എണ്ണ സംഭരണശാലയും ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ ഉക്രൈൻ പ്രദേശത്തെ ആക്രമിക്കാനായി റഷ്യ ഉപയോഗിക്കുന്ന ഇറാനി നിർമ്മിത ഷാഹദ് ഡ്രോണുകളുടെ പ്രധാന വിക്ഷേപണ കേന്ദ്രമായ പ്രിമോർസ്കോ അക്താക്സിലെ സൈനിക വ്യോമതാവളവും യുക്രൈൻ ലക്ഷ്യമാക്കി. റഷ്യയുടെ സൈനിക വ്യാവസായിക മേഖലയ്ക്ക് സുപ്രധാനമായ ഇലക്ട്രോണിക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിക്ക് കേടുപാടുകൾ സംഭവിച്ചതായി റിപ്പോർട്ടുണ്ട്. ഉക്രൈന്റെ 112 ഡ്രോണുകൾ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് തടഞ്ഞത് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. തടസ്സങ്ങൾക്കിടയിലും നിരവധി സാധാരണക്കാർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുണ്ട്. എന്നാൽ ഉക്രൈൻ തലസ്ഥാനത്ത് റഷ്യ കഴിഞ്ഞ ദിവസം നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ 13 പേർ കൊല്ലപ്പെട്ടെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു. 132 പേർക്ക് പരിക്കേറ്റു. മൊത്തം 14 കുട്ടികൾക്ക് പരിക്കേറ്റു. ഇതിലൊരു കുട്ടിക്ക് 5 മാസം മാത്രമാണ് പ്രായം. 3 വർഷം മുമ്പ് റഷ്യയുടെ ഉക്രൈൻ അധിനിവേശം തുടങ്ങിയത് മുതൽ കുഞ്ഞുങ്ങൾക്ക് യുദ്ധത്തിൽ ഏറ്റവും അധികം പരിക്കുപറ്റിയ ദിനമാണ്. കീവിലെ 9 നില അപ്പാർട്ട്മെന്റ് ആക്രമണത്തിൽ തകർന്നു. കൂടുതൽ പേർ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നറിയാൻ തിരച്ചിൽ നടക്കുകയാണ്. 300-ലധികം ഡ്രോണുകളും 8 ഇസ്കന്ദർ കെ ഇനത്തിൽപ്പെട്ട ക്രൂസ് മിസൈലും ഉപയോഗിച്ചാണ് റഷ്യ പാതിരാത്രി ആക്രമണം നടത്തിയതെന്ന് ഉക്രൈൻ വ്യോമസേന വ്യക്തമാക്കി. 5 മിസൈലുകളും 21 ഡ്രോണുകളും ലക്ഷ്യം കണ്ടു. ഉക്രൈനിലെ കിഴക്കൻ നഗരമായ ക്രമറ്റോക്സിലും റഷ്യൻ ആക്രമണമുണ്ടായി. ഇവിടെ ആക്രമണത്തിൽ 5 നില അപ്പാർട്ട്മെന്റ് തകർന്നു. ഒരാൾ കൊല്ലപ്പെടുകയും 11 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതേസമയം റഷ്യ ഉക്രൈൻ യുദ്ധം പരിഹരിക്കുന്നത് താൻ പ്രതീക്ഷിച്ചതിലും ബുദ്ധിമുട്ടാണെന്ന് സമ്മതിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കൂടാതെ ഉക്രൈനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിലും സമാധാനം കൈവരിക്കുന്നതിലും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് താൽപര്യമില്ലെന്നും ട്രംപ് പറഞ്ഞു. മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ട്രംപ്. അതേസമയം ഉക്രൈന് കൂടുതൽ ആയുധങ്ങൾ അയക്കാൻ സാധ്യതയുണ്ടെന്നും ട്രംപ് പറഞ്ഞു. പുടിന്റെ കാര്യത്തിൽ താൻ സന്തുഷ്ടനല്ല. പുടിൻ വളരെ സൗമ്യനായി പെരുമാറുന്നു. പക്ഷേ അതിൽ അർത്ഥമൊന്നുമില്ല. ഉക്രൈനിൽ സൈനികരിൽ ധാരാളം പേരെ അദ്ദേഹം കൊന്നുകളഞ്ഞു. ഓരോ ആഴ്ചയും 7000 പേർ വരെ സംഘർഷത്തിൽ കൊല്ലപ്പെടുന്നുവെന്നും ട്രംപ് പറഞ്ഞു. ജനുവരിയിൽ അധികാരമേറ്റതിനു ശേഷം റഷ്യയും ഉക്രൈനും തമ്മിലുള്ള സംഘർഷം 24 മണിക്കൂറിനുള്ളിൽ അവസാനിപ്പിക്കുമെന്ന് ട്രംപ് ആവർത്തിച്ചു പറഞ്ഞിരുന്നു. എന്നാൽ തന്റെ ധാരണ തെറ്റായിരുന്നെന്ന് ട്രംപ് സമ്മതിച്ചു. ഉക്രൈൻ റഷ്യ വിഷയത്തിലെ പുതിയ നടപടി എന്തായിരിക്കുമെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അത് നിങ്ങളോട് പറയുന്നില്ലെന്നും ഒരു സർപ്രൈസ് ആയിരിക്കട്ടെ എന്നുമായിരുന്നു ട്രംപിന്റെ മറുപടി. അപ്രതീക്ഷിതമായി ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ US നടത്തിയ ആക്രമണങ്ങളെ ഉദാഹരണമായി കാണിച്ചുകൊണ്ടായിരുന്നു ട്രംപിന്റെ പ്രസ്താവന. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.